ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗ് പോലെയാണ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇന്ന് കൊച്ചു വീട്ടിലുണ്ട്, ഞാനും കൊച്ചും കൂടെ കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഐ തോട്ട് ലൈക്ക് ഐ വിൽ ടേക്ക് എ വ്ളോഗ്. അത് അപ്പം എനിക്ക് കുറച്ച് നല്ല രസമായിരിക്കും, നിങ്ങൾക്കും രസമായിരിക്കും എന്ന് എനിക്കറിയത്തില്ല. എനിവേ നമുക്ക് കണ്ടു നോക്കാം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്. കൊച്ചു റെഡിയാണോടാ? നമ്മളപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിനകത്തിരിക്കുന്ന ഒരു കുഞ്ഞു വാഴ ഉണ്ടല്ലോ, അതെടുത്ത് പുറത്ത് നടാൻ പോവാണ്. കുച്ചു എടുത്ത കുഴിയാണിത്. ഇത് കുച്ചു തൊപ്പി വെച്ചില്ല പൊന്നാ പ്രദേശ്. അപ്പം കുറച്ചുകൂടി വലിയ സ്ഥലം വേണം കൊച്ചു. വേറൊരു തൂമ്പ ഉണ്ടായിരുന്നില്ലേ? ഐ തിങ്ക് ഇറ്റ്സ് ഇനഫ്. കുച്ചു ഇന്നലെ തൊട്ട് കുഴിക്കാൻ തുടങ്ങിയ കുഴിയാണത്. കൊച്ചു പോയി മുകളിൽ. അപ്പോൾ അങ്ങനെ കുച്ചു അവിടെ ഡിഗ് ചെയ്ത് തുടങ്ങി. അപ്പം ഞാൻ ഓർത്ത് ഓക്കെ, വാഴേനെ നമുക്ക് പുറത്ത് വെച്ചാൽ പിന്നെ വാഴ അങ്ങ് പന്തലിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് we can get banana from our banana plant അല്ലേ? What about that? It's going to take 5 years. No. Yes. ഫസ്റ്റിംഗ് പീരീഡ് കഴിഞ്ഞ് ഞങ്ങൾ ബനാന പ്ലാന്റ് ചെയ്യാം. ഞാൻ വിചാരിക്കുന്നുണ്ട് ഒരു കുഞ്ഞു വാഴയിലേയും വെച്ചോണ്ട്, അല്ല കുഞ്ഞു വാഴയും വെച്ചോണ്ട് ഞാൻ എന്തൊരു ഹൈപ്പപ്പാണ് തരുന്നതെന്നല്ലേ. യാ, ഇവിടെ നമുക്കങ്ങനെ വാഴയൊന്നും അങ്ങനെ നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി വാഴകളൊന്നും കിട്ടില്ല. സോ ഈ ഒരു കുഞ്ഞു വാഴയും ഞങ്ങൾക്ക് വളരെ പ്രഷ്യസ് ആണ്. കുജുവിന്റെ അമ്മ വിൽ പ്ലാന്റ് ചെയ്ത 1 2 3 go. ഓക്കെ, യു വാണ്ട് ടു പോട്ട് വാ കവർ ചെയ്യാം. അയ്യോ, എൻ്റെ മൊത്തം ചെളിയല്ലോ. എൻ്റെ ഓൾറെഡി കുറച്ച് സോയിലുണ്ടല്ലോ അതിനകത്ത്. മേ ബി ഈവനിങ് പോയിട്ട് നമുക്ക് കുറച്ച് സോയിൽ മേടിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നത് നമ്മുടെ വീടിൻ്റെ അകമൊക്കെ ഫുൾ ക്ലീൻ ചെയ്യാൻ പോവാണ്. കുച്ചു ചെയ്യുന്നത് അവിടുത്തെ നമ്മുടെ ചെരുപ്പൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. യൂസ് ചെയ്യാത്ത ചെരുപ്പെല്ലാം കളയാം കേട്ടോ. നമ്മുടെ ചെരുപ്പ് വരുമോ? I wore it only 2 times, but it's a nice shoe. We will keep it. Kuchu ella adipoliyayittu adikku vechu. Do you see your sprayer, Kuchu? No. Do you like that, Kuchu? Window cleaning, door cleaning. ഈ പ്ലാന്റ് കട്ട് ചെയ്ത് നമുക്ക് രണ്ടായിട്ട് റീപോർട്ട് ചെയ്യണം അതിനെ കേട്ടോ കുച്ചു. വിൻഡോ കുച്ചു ആണ് ക്ലീൻ ചെയ്യുന്നത്, ബാക്കി ഞാൻ ഇവിടുത്തെ ടേബിളൊക്കെ വൈപ്പ് ചെയ്യാൻ പോവാണ്. അമ്മയുടെ സോപ്പ് എടുക്കടാ. What soap? The solution, the yellow solution that ഇത് നിനക്ക് വേണ്ടയാണോ കൊച്ചു ഈ ചാർജർ? ഡു യു നോ ദിസ്? എന്തിന്റെ ഇത് ചാർജ്? ഫോൺസ്, ഗ്രീൻ ഫോൺസ്. Can we go up now? ഇതങ്ങ് ഭയങ്കരമായിട്ട് trash it? No way I'm going to trash it. ഇത് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് റീപ്ലാന്റ് ചെയ്താലോ ആലോചിക്കുന്നു. What about that? കുച്ചു അപ്പൊ ടയർഡായിട്ട് കുച്ചു പോയി. ഇനി ബാക്കി പണിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. കുച്ചു അത്യാവശ്യം കുറെ പണിയൊക്കെ ചെയ്തു പാവം. ഇനിയിപ്പോ കുച്ചുവിന്റെ റെസ്റ്റിംഗ് ടൈമാണ്. അവൻ കുറച്ചു നേരം അവനോട് കുറച്ചു നേരം TV ഒക്കെ കണ്ടോളാൻ ഞാൻ പറഞ്ഞു. ഈ പ്ലാന്റ് രക്ഷയില്ലാണ്ട് വളർന്ന് വലുതായത് കാരണം ഇന്നിപ്പോ ഈ പ്ലാന്റ് ശരിയാക്കാൻ എനിക്ക് സമയമില്ല. വേറൊരു ദിവസം ചെയ്ത് ഞാൻ തിരിച്ചു ഹാങ് ചെയ്തിടാൻ പോവാണ്. കുച്ചു, ഈ ബുക്ക് ഒന്ന് മോളിൽ കൊണ്ടാക്കാ. അമ്മയുടെ ലൈബ്രറി ബുക്കിന്റെ അവിടെ വെച്ചേക്ക്. എന്താ കുച്ചു? കുച്ചുനിപ്പോ കുച്ചുവിന്റെ ഹൈറ്റ് നോക്കണം. Let us see how much is this. You're 50, right? I am 50. ഇനി ഇവിടെയൊക്കെ ഒന്ന് അടിക്കണം, പിന്നെ ഒന്ന് തുടയ്ക്കണം. അങ്ങനെ ആവുമ്പം ഈ റൂം കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞ് നമുക്ക് നേരെ അടുക്കളയിലോട്ട് പോവാം. അപ്പം ഈ റൂം ഏകദേശം നല്ല ക്ലീനായി. ഇനി ഇവിടെ ഒന്ന് എനിക്ക് തുടച്ചാൽ മതി. ഞാനപ്പോൾ തുടയ്ക്കുന്നതിന് മുന്നേ നേരെ കിച്ചണിലോട്ട് പോവുകയാണ്. കിച്ചണിൽ കുറച്ച് പരിപാടിയുണ്ട്. എനിക്ക് തുണി വാഷ് ചെയ്യുന്ന എടുത്ത് ഡ്രയറിലോട്ട് ഇടണം. തുണി വാഷ് ചെയ്യുന്ന ഡ്രയറിലോട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ചൊവ്വാഴ്ച, ഇന്നാണ് കൊച്ചിന് സ്വിമ്മിങ് ഉള്ള ദിവസം. സ്വിമ്മിങ് ഉള്ള ദിവസമാണ് നമ്മൾ തുണി അലക്കുന്നത്. അപ്പം എല്ലാ ചൊവ്വാഴ്ചയാണ് ഇവിടെ ഞങ്ങൾ തുണി അലക്കുന്ന ദിവസം. ഈ ക്ലീനിങ് വീഡിയോസ് കാണിക്കുന്നവർ എങ്ങനെയാ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല. മേ ബി അവർക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് വേറെ ആരെങ്കിലും കാണുമായിരിക്കും. ഇതിപ്പോ ഞാൻ ഒറ്റയ്ക്ക് സെൽഫ് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് ക്ലീനിങ്ങും വീഡിയോ എടുപ്പും എല്ലാം കൂടെ എനിക്ക് നല്ല പാടാണ്. എനിക്ക് ഭയങ്കര സമയം എടുക്കണം. അത് കാരണം ഞാൻ ഓർത്തത് ഓക്കെ, ഈ മുറിയും കൂടെ ക്ലീൻ ചെയ്ത് കിച്ചണും കൂടെ ക്ലീൻ ചെയ്യുന്ന കാണിച്ചിട്ട് ഇതിവിടെ നിർത്താം. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒത്തിരി സമയം എടുക്കണം. ഈ ഒരു ബോക്സ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് 2 ദിവസമായിട്ടോ. ഇത് ഞാൻ ഇതുവരെ ഇവിടുന്ന് ക്ലിയർ ചെയ്തിട്ടില്ല. ഈ എണ്ണക്കുപ്പി, ഇത് ഞങ്ങൾ പാത്രം കഴുകാൻ മേടിച്ച കോസ്കോയിൽ നിന്ന് മേടിച്ച ലിക്വിഡ്, അതൊന്നും എടുത്ത് മാറ്റട്ടെ.
ഈ ഒരു ഐറ്റം ഉണ്ടല്ലോ, ഇത് ഫോ റൈസ് സ്റ്റിക്ക് ആണ്. ഫോ വിയറ്റ്നാമീസ് ഫുഡൊക്കെ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു മെയിൻ ഐറ്റം ആണ് ഫോ. അപ്പൊ അത് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മേടിച്ചു വെച്ചതാണ്. ഈ ആഴ്ച ഏതെങ്കിലും ഒരു ദിവസം ഞാൻ ഇത് ഉണ്ടാക്കത്തില്ല, കാരണം ഈ ആഴ്ച എനിക്ക് നോയമ്പാണ്. അപ്പൊ എനിക്ക് നോൺ വെജ് ഞാൻ കഴിക്കുന്നില്ല. അപ്പൊ ഞാൻ അടുത്ത ആഴ്ച ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള ഒരാഴ്ച ഈ ഫോ എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അതപ്പോ ഇവിടെ ഇരിക്കട്ടെ. കുച്ചുവിന്റെ 2 പല്ലുകള്, ജക്കോ 2 പല്ലുകൾ. ഇതെവിടെ നോക്കിയാലും ഈ 2 പല്ലുകൾ ഇവിടെ കിടക്കുന്നതാണ്. ഒക്കെ പാത്രം കഴുകിക്കൊണ്ട് കിച്ചൺ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അടുക്കള ക്ലീൻ ചെയ്യാം. ഇനി ഞാൻ ഈ സ്ലാബിൽ ഈ സാധനങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് ഇവിടെ ഒന്ന് ഫുള്ള് ഇങ്ങനെ കഴുകാൻ പോവാണ്. ഇത് ഞങ്ങൾ രാവിലെ കഴിച്ച പാൻ കേക്ക് മിക്സ് ആണ്. ഞാൻ ഫ്രിഡ്ജിലോട്ട് എടുത്തു വെക്കട്ടെ. ഞാനിപ്പോ ഒരു ഭയങ്കര ഡാൽഗോണ കോഫി അഡിക്റ്റ് ആണ്. അപ്പൊ എന്റെ ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഡാൽഗോണ കോഫി എങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കണ്ട. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര അഡിക്റ്റ് ആവും. എനിക്കിപ്പോ എല്ലാ ദിവസവും അതിങ്ങനെ കുടിക്കണം. അപ്പൊ ഞാൻ അത് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ മിക്സർ ഉണ്ടല്ലോ, അത് ഇവിടെ ഇങ്ങനെ വെച്ചേക്കുവാണ്. അപ്പൊ ഇത് ഇവിടുന്ന് എടുത്ത് മാറ്റിയാൽ തന്നെ എന്റെ ആ കോഫി കുടിക്കുന്ന പരിപാടി നിൽക്കും. പക്ഷെ എനിക്ക് എന്തോ ഒരു ദിവസം ഒരു നേരം കുടിച്ചില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല. ഓക്കെ, പിന്നെ ഇതൊക്കെ എന്റെ ജ്യൂസ് അടിച്ച് വെക്കാനുള്ള കുപ്പികളാണ്. ഈ സ്ഥലം പിന്നെ എല്ലാ ദിവസവും ഇങ്ങനെ വൈപ്പ് ചെയ്യുന്ന കാരണം കഴുകി വിടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ചു വിട്ടാൽ മതി. ഞാൻ പറഞ്ഞ പോലെ ഇതെനിക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇതിവിടെ എനിക്ക് ഇവിടെ വെച്ചേ പറ്റത്തുള്ളൂ. പിന്നെ ഒരു സ്മൂത്തി അടിക്കുന്ന സ്മൂത്തിയും കൂടെ, സ്മൂത്തി ബ്ലെൻഡറും കൂടെ റാപ്പ് ചെയ്ത് വെക്കാം. ഇതെന്റെ 3 ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ ഇരിക്കുന്ന സ്ഥലമാണ്. ഇതെന്റെ ടോസ്റ്റർ, ഇതെന്റെ മൈക്രോവേവ്, പിന്നെ ഇതെന്റെ ജ്യൂസർ. ഇത് 3 എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇതാണ് ഏറ്റവും എനിക്ക് അത്യാവശ്യമായിട്ട് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സാധനം, മൈക്രോവേവ്. പിന്നെ ഈ ഒരു സാധനമാണ് ഞങ്ങൾ ഇവിടെ അമേരിക്ക വന്നപ്പോൾ ഫസ്റ്റ് മേടിച്ചൊരു സാധനമാണ് കേട്ടോ ഇത്. കാരണം നമുക്കിവിടെ വന്നപ്പം ഗ്യാസ് കണക്ഷൻ ഒന്നും ഇല്ലായിരുന്നല്ലോ ആദ്യമേ. അപ്പൊ ഏറ്റവും ആദ്യം അവർ ഫസ്റ്റ് ബൈ ആണിത്. 5 വർഷം മുന്നേ $50 മേടിച്ചതാണ്. ഇതുവരെ ഒരു കേടോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിക് സാധനങ്ങളൊന്നും അങ്ങനെ കേടൊന്നും വരാറില്ല കേട്ടോ. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കും. സോ അത് പിന്നെ ഈ ടോസ്റ്റർ ആണെങ്കിലും ഭയങ്കര യൂസ്ഫുൾ ആണ്. നമ്മൾ കുച്ചു ഇടയ്ക്കിടയ്ക്ക് വേഫിൾസ് ഉണ്ടാക്കാനും പിന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ഒക്കെ നമ്മളിത് യൂസ് ചെയ്യും. പിന്നെ ഈ ജ്യൂസർ എനിക്കിപ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ്. കാരണം ഞാനിപ്പം ആഴ്ച എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ ജ്യൂസൊക്കെ കുടിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഈ ജ്യൂസർ എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇത് 3 ഞാൻ ഇവിടെ വെച്ചേക്കണം. എനിക്കിത് വെക്കാൻ വേറെ സ്ഥലങ്ങളൊന്നുമില്ല. ഇനി ഇത് മാറ്റി ഞാനിവിടെ തുടയ്ക്കുന്നില്ല. കാരണം ഇത് ഈ പ്ലഗ് പോയിന്റിൽ നിന്ന് ഇത് മാറ്റാൻ പോയാലുണ്ടല്ലോ, ഈ പ്ലഗ് പോയിന്റ് കുറച്ച് ലൂസ് കണക്ഷൻ ആണ്. അപ്പം അതിന് എന്തെങ്കിലുമൊക്കെ പിന്നെ എന്തൊരു പ്രശ്നമൊക്കെ വരും. ഇതിപ്പോൾ അത്യാവശ്യം ക്ലീൻ ആണ്. ഓക്കെ, കിച്ചൺ അപ്പോൾ ഏകദേശം ഒന്ന് ഔട്ടർ സർഫസ് എല്ലാം ഒന്ന് ക്ലീൻ ആയിട്ടുണ്ട്. പിന്നെ ഈ കബോർഡുകളും ഫ്രിഡ്ജിന്റെ അകമൊക്കെ ഇനി ക്ലീൻ ചെയ്യാനുണ്ട്. അതിപ്പോൾ വേറൊരു ദിവസം ചെയ്യാം. ഞാനിപ്പോൾ ഇനി ഇവിടെ ഒന്ന് അടിച്ചിട്ട് ഫ്രണ്ട് മുറിയും കിച്ചണും കൂടെ. അപ്പോൾ ഓക്കെ ഗായ്സ്, ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവാണ്.
ഇനി ഞാൻ അപ്പോൾ അടുക്കളയെല്ലാം ക്ലീൻ ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ കണ്ടല്ലോ. ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്ത കാര്യങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം നമ്മൾ വാഴ നട്ടയാണ് കേട്ടോ. ഐ ആം എക്സൈറ്റഡ്. അതിൽ നിന്ന് കുറേ വാഴയിലൊക്കെ ഉണ്ടായാൽ മതിയായിരുന്നു. എനിക്കറിയത്തില്ല എത്ര നാളെടുക്കും വാഴ വലുതായി കുറേ വാഴയിലൊക്കെ ഉണ്ടാകാൻ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇതുവരെ വാഴയൊന്നും നട്ടിട്ടില്ല. എനിവേ അപ്പം വാഴ വലുതായി കഴിയുമ്പം ഒക്കെ നിങ്ങളെ ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ തരുന്നതായിരിക്കും. സീ യു ഓൾ വിത്ത് അനദർ വീഡിയോ. ബൈ ബൈ.